ആശങ്കകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ NIA കോടതിയിൽ ജാമ്യ ഹർജി നൽകി. മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് ആണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക. സിസ്റ്റർമാരുടെ ആരോഗ്യ നില ഉൾപ്പെടെ കോടതിയെ ബോധ്യപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് കൂടിക്കാഴ്ച നടത്തി. ഹൈക്കോടതിയിൽ സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് ഇന്നലെ അമിത്ഷാ UDF എംപിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. छत्तीसगढ़ के नॉन का इशू है, उसको लेकर के गृह मंत्री से भी मिले थे विपक्ष के सांसद। कानून अपना काम कर रहा है। छत्तीसगढ़ के नॉन का इशू है, उसको लेकर കോടതിയിലേക്ക് കേസ് മാറ്റിയതെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. NIA ഇതുമായിട്ട് എന്താ ബന്ധം? സാധാരണഗതിയിൽ വൻപിച്ച തോതിലുള്ള മനുഷ്യക്കടത്തുകളൊക്കെയാണ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NIA ഏൽപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ NIA കേസുകൾ അന്വേഷിക്കുന്നത്. ഈ കേസ് NIA എടുക്കേണ്ട കേസാണോ ഇത്? NIA ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിനെ ജാമ്യം വൈകിപ്പിക്കാനല്ലേ? എന്തായാലും ഇന്നും നാളെയുമായിട്ട് NIA കോടതി അന്തിമമായി തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർലമെൻറ്റിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള സ്വരമാണ് ഉയർന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടും എന്നുള്ളതിന് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. സഭയുടെ കടുത്ത പ്രതിഷേധം ബിഷപ്പ് BJP അധ്യക്ഷനെ അറിയിച്ചു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. അത് രാജീവ് തന്നെ പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരിതിനു വേണ്ടി ചെയ്ത എല്ലാ രാഷ്ട്രീയം, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു വിഷമമുള്ളത് ഇന്നു മുതൽ തുടങ്ങിയതല്ല, കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങളുണ്ട്. അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിച്ചു. ഞാൻ ഇപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം കിട്ടണം. അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം. ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് ഇനി അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിയന്തരമായി ഡൽഹിക്ക് വിളിച്ചു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ NIA കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ MPമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ കേസ് NIAക്ക് വിടില്ല, ആ പരിധിയിലേക്ക് കൊണ്ടുവരില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ച കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം NIA കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയത്? വലിയ വിമർശനം ആ വിഷയത്തിൽ ഇപ്പോൾ KC വേണുഗോപാൽ അടക്കം ഉയർത്തുന്നതും നമ്മൾ കണ്ടല്ലോ. ആര്യ, അതായത് കഴിഞ്ഞ ദിവസം ഈ നിയമോപദേശം ഈ അഭിഭാഷകർക്ക് ലഭിച്ചത് ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു. ഒരുപക്ഷെ ഒരു കാലതാമസം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ NIA കോടതിയിൽ തന്നെ സമീപിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് ഹർജി സമർപ്പിക്കുകയും ചെയ്തത്. അതായത് ഹൈക്കോടതിയിൽ ഈ കേസ് പോകുമ്പോൾ സ്വാഭാവികമായും കാലതാമസം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് ഉടനടി തന്നെ അടിയന്തരമായി പരിഹരിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകില്ല. പക്ഷേ സെഷൻസ് കോടതി ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ കേസ് NIA കോടതിയുടെ
കോടതിയുടെ പരിഗണനയിലേക്ക് വിടുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നൽകിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ അഭിഭാഷക സംഘം എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ ഹർജി NIA കോടതി പരിഗണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിസ്റ്റർമാരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാൻ, അത് സംബന്ധിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 8 ദിവസത്തോളമായി ഇപ്പോഴും ഈ ദുർഗ് ജയിലിൽ കന്യാസ്ത്രീകൾ കഴിയുകയാണ്. ഈ വകുപ്പുകൾ ചുമത്തിയത് അന്യായമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഈ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കും. ഒപ്പം തന്നെ നിലവിലെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം UDF MPമാർക്ക് നൽകിയ ആ ഉറപ്പ് തന്നെയാണ്. അതായത് ഒരു തരത്തിലും ഛത്തീസ്ഗഡ് സർക്കാർ ഈ ഒരു ജാമ്യാപേക്ഷയെ വരുമ്പോൾ അതിനെ എതിർക്കില്ല എന്നുള്ളൊരു സൂചന നൽകുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് തീർച്ചയായും വിശദാംശങ്ങളുമായി ചേർന്നത്.